ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനുഗ്രഹദായകമായ സ്തുതി ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടാവിന് നൽകുവാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല നന്ദി പ്രകടനമാണ് ആരാധന അർപ്പിക്കുക എന്നത്. സ്വർഗത്തിലെ ദൈവത്തെ നാം ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. വചനം നമ്മോട് പറയുകയാണ്, എന്നെ സ്തുതിച്ച് ആരാധിക്കുവാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിനു വേണ്ടി മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. സൃഷ്ടാവ് എന്ന നിലയിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം അവിടുത്തെ ആരാധിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഒരു സമൂഹമായി നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരും. ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, കാഹളമൂത്തുകാരും ഗായകരും ഒന്നു ചേർന്ന് കർത്താവിൻ്റെ ആലയത്തിലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചപ്പോൾ കർത്താവിൻ്റെ മഹത്വം ഒരു മേഘത്തിൽ ആ ആലയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന പുരോഹിതന്മാർക്ക് അവിടെ നിൽക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ദൈവ മഹത്വം അവിടെ ഇറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതാ ഈ കൂടാരത്തിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു സമൂഹമായി, ഒരു കൂട്ടായ്മയായി ഇവിടെ ഇരിക്കുന്ന നാമും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന നമ്മോട് ചേരുന്ന അനേക ലക്ഷം ആളുകളുമായി ഒന്നു ചേർന്ന് ഇതാ ഈ സമയം നാം ദൈവത്തെ ആരാധിക്കുകയാണ്. ആരാധനയുടെ സമയമെന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ സമയമാണ്. ആരാധനയുടെ സമയമെന്ന് പറയുന്നത് സജീവനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, കാരാഗ്രഹത്തിലായിരുന്ന പൗലോസും ശീലാസും ഒക്കെ ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവസ്തുതി ആലപിച്ചപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നാം ആരാധിക്കുമ്പോൾ, ഈ വചന കൂടാരത്തിൽ ഇരുന്ന് നാം ആരാധിക്കുമ്പോൾ അതേ അത്ഭുതം ഇവിടെ സംഭവിക്കും, അതേ സാന്നിധ്യം ഇവിടെ ഇറങ്ങും. അന്ന് ഹോറേബില് ആ മുൾപ്പടർപ്പില് കത്തിയെറിഞ്ഞ കർത്താവിന്റെ അതേ സാന്നിധ്യം ഈ വചന കൂടാരത്തിൽ ഇറങ്ങും. പ്രിയമുള്ളവരെ, ഒന്ന് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, ഒന്ന് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, യാക്കോബ് തനിക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ യാബോക്ക് നദിയുടെ അക്കരയിലേക്ക് കടത്തിവിടുകയാണ്. താൻ ആ ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ ആ നദിയുടെ അക്കരയ്ക്ക് കടത്തിവിട്ടിട്ട് ആ നദിയുടെ ഇക്കരയില് യാക്കോബ് തനിയെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരാധിക്കുമ്പോൾ നമ്മളുടെ മനസ്സും ഇപ്രകാരമായിരിക്കണം, എല്ലാം ദൈവത്തിന് കൊടുക്കുക. നമുക്കായിട്ടൊന്നുമില്ല, നമുക്ക് മറച്ചു വെക്കുവാനായിട്ട് ഒന്നുമില്ല, നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പ്രിയമുള്ളവരെ, ബോധ്യത്തോടു കൂടി നമ്മുടെ കണ്ണുകളെ നമുക്ക് നടക്കാം, നമ്മുടെ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർക്കാം. കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഇതാവിന്റെ ആലയത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, ഉള്ളതെല്ലാം അവന് കൊടുക്കുക. ശൂന്യമായ ഒരു മനസ്സോടെ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം അവനൊന്ന് കൊടുത്തേ. നാം എത്രമാത്രം വിചാരിച്ചാലും, നാം എത്രമാത്രം ബുദ്ധിമുട്ടിയാലും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി അതെല്ലാം കൊടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇതാ കർത്താവിനോട് പറയുക, ഇതാ കർത്താവേ ഞാൻ, ഇതാ കർത്താവേ ഞാൻ അങ്ങേ ആരാധിക്കുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുകയാണ്. ഒരുപക്ഷെ ആരാധിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം, ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ ഈ ആരാധനയുടെ സമയങ്ങളിൽ നിന്റെ ദൈവം, നിന്റെ സൃഷ്ടാവായ ദൈവം, നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്ന ദൈവം, നിന്റെ അലച്ചിലുകൾ എണ്ണിയിരിക്കുന്ന ദൈവം നിന്റെ അടുക്കിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, നമ്മൾക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. തന്റെ വിലയേറിയ രക്തത്താല് നമ്മെ വീണ്ടെടുത്ത ആ അറക്കപ്പെട്ട കുഞ്ഞാടിനെ, അവന്റെ സ്നേഹത്തെ ഓർത്ത് ഒന്ന് ചേർന്ന് ഹൃദയം കൊണ്ട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. ഓ ദൈവ കുഞ്ഞാട്ടെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പുത്രനായ യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഹൃദയം കൊണ്ട് ചേരുക ഈ ആരാധനയോട്. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ,
എല്ലാം കൊട്ടത്തുകൊണ്ട് ഹൃദയത്തിൽ പറയുക, കർത്താവേ ഇതാ ഞാൻ. എല്ലാം കൊട്ടക്കുക അവിടത്തേക്ക്. ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഹൃദയം കൊണ്ട് ചേരുക എല്ലാവരും. യേശുവേ ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവൻ സ്പർശിച്ചവരും അവനെ തൊട്ടവരും അവരുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ഇതാ ഈ രാത്രിയിൽ ആരാധിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അവന്റെ സാന്നിധ്യം കടന്നു വരും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ആരാധനയോട് ചേരുക, ഹൃദയത്തിൽ ഭാരമെല്ലാം അവന് കൊടുക്കുക. ശൂന്യമായ മനസ്സോടെ ശൂന്യമായ കരങ്ങളോടെ പറയുക, ഇതാ ഞാൻ, ഓ കർത്താവേ ഇതാ ഞാൻ. ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവർക്കും കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ഹൃദയത്തിൽ പാടുകയും ചേർന്ന് എല്ലാവരും ചേർന്നേ മർക്കോസിന്റെ സുവിശേഷം 46 മുതൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. ജെറീക്കോയുടെ തെരുവില് അന്ധനായ ബർത്തിമേയോസ് എന്ന് പറയുന്ന ഒരു യാചകൻ ഇരിക്കുകയാണ്. അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടത്തോടു കൂടി യേശു അതിലെ കടന്നു പോവുകയാണ്. യേശുവാണ് അതിലെ കടന്നു പോകുന്നതെന്ന് അറിഞ്ഞ ബർത്തിമേയോസ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഓ യേശുവേ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. പ്രിയമുള്ളവരെ, വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നിലവിളിക്ക് മുമ്പിൽ യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്നിട്ട് പറയുകയാ, അവനെ വിളിക്കുക. പ്രിയമുള്ളവരെ, ഈ ആരാധനയുടെ സമയത്ത് നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ പരിപാലകനായ ദൈവം ഇതാ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരും. അവൻ നിന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കും. എന്നിട്ട് പറയും, നിന്നെ നിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് നിനക്ക് ആവശ്യമുള്ളത് തരുവാനായിട്ട്, നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കടന്നു വരും. എല്ലാവരും ചേർന്ന് ആരാധിക്കുക. പുത്രനായ യേശുവിനെ, നമുക്ക് ജീവൻ നൽകുന്നവനെ ചേർന്ന് ആരാധിക്കുക. നമുക്ക് ദൈവപിതാവേ ആരാധിക്കുന്നു. സ്നേഹനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് ആരാധിക്കാം. ദൈവപിതാവേ
ഹല്ലേലൂയ ആമേൻ. ഓ ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു. ക്രിസ്തീയ പ്രവചനത്തിലൂടെ കർത്താവ് വീണ്ടും നമ്മോട് അരുളി ചെയ്യുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇതാ കഴുകന്മാരെ പോലെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ ഉയർന്നു പറക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നിന്നെ ഞാൻ അനുഗ്രഹമാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹദായകമായ നിമിഷങ്ങളിൽ അവനോട് ചേർന്നിരുന്നു കൊണ്ട് ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായവനേ യേശുരാജനേ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വരം. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധിതനായ ദൈവത്തെ ഉദ്ധിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാപങ്ങളെ മോചിക്കുന്ന ദൈവം, രക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ 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 ജീസസ്. ഹല്ലേലൂയ ആമേൻ. എല്ലാവരും ഹൃദയത്തിൽ ചേർന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ. അങ്ങയെ ആരാധിക്കുന്നു. എല്ലാവരും
അധരങ്ങൾ തുറക്കട്ടെ, ഹൃദയത്തിൽ ദൈവസ്തുതികൾ ഉയരട്ടെ. ഒരു കൂട്ടായ്മയായി എല്ലാവരും ചേർന്ന് ആരാധിക്കുക. എല്ലാവരും ഹൃദയം കൊണ്ട് ആരാധനയോട് ചേരുക. ഇതാ ദൈവത്തിന്റെ സജീവമായ സാന്നിധ്യം. ഇതാ ബർത്തിമേയോസിന്റെ മുമ്പിൽ നിന്ന് അതേ ദൈവത്തിന്റെ സാന്നിധ്യം, ഇതാ സീനായി മലയിൽ ഇറങ്ങിയ അതേ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുവാൻ, നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് കടന്നു വരുവാൻ, നമ്മുടെ നിയോഗങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. എല്ലാവരും ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹൃദയങ്ങൾ തുറക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. ആ യേശുവിൻ്റെ നാമത്തിന്റെ ശക്തിയാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. യേശു നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ യേശു നാമത്തെ, എല്ലാ മുട്ടുകളും അടങ്ങുന്ന യേശുവിന്റെ നാമത്തെ ഒന്ന് ചേർന്ന് വീണ്ടും നമ്മൾ ആരാധിക്കുകയാണ്. നമ്മളെ നയിക്കുവാൻ ശക്തനായ, നമ്മളെ വിട്ടുവെക്കുവാൻ ശക്തനായ, എല്ലാ നാമങ്ങൾക്കും ശ്രേഷ്ഠമായ യേശുവിന്റെ നാമത്തെ സന്തോഷത്തോടെ കരങ്ങളടിച്ച് നമ്മൾ വീണ്ടും ആരാധിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ശക്തമായ കരങ്ങളടിക്കുക. ചേരാം എല്ലാവർക്കും. സന്തോഷത്തോടെ നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു പരമേശ്വരൻ. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു പരമേശ്വരൻ. പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. എല്ലാവരും ശക്തമായ കരങ്ങളെ അടിക്കുക. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോൾ പോലും നമ്മെ കരം പിടിച്ച് നടത്തുന്ന ശക്തനായ ദൈവം, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മളുടെ കൂടെ നടക്കുന്ന ദൈവം, മരുഭൂമി അനുഭവങ്ങളില് തണലേകാൻ മേഘസ്തംഭമായി നമ്മളുടെ കൂടെ നടക്കുന്ന ദൈവം, ആ സജീവ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ എല്ലാവരും. പർവ്വതത്തിൽ കൂടെ, താഴ്വരയോ കൂടെ, കൈവിടുകില്ലീശൻ നമ്മെ എന്നുമേ. അവൻ കൈവിടില്ല. പർവ്വതത്തിൽ കൂടെ, താഴ്വരയിൽ കൂടെ, കൈവിടുകില്ലീശൻ നമ്മെ എന്നുമേ. ചേർന്ന് കയ്യിൽ വഹിച്ചിടും, ആരോടണച്ചിടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയ. അതെ, അവൻ സന്തോഷം. കയ്യിൽ വഹിച്ചിടും, മാറോടണച്ചിടും, സ്വർഗ്ഗസന്തോഷം തരും നല്ല കരങ്ങളേന്തി. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. തൻ വരവിൻ കാലം വരെയും ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കാം. തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഇതാ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ, ഇതാ നമ്മുടെ അരികിലായിരിക്കുന്നു. ആ സന്തോഷത്തോടെ ചേർന്ന് പാടാൻ നമുക്ക്.
പരസ്പരം നോക്കിക്കൊണ്ട് കൈയടിച്ച്, പരസ്പരം നോക്കി ചിരിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടെന്ന് കൈയടിച്ച് എല്ലാവരും. ആമേൻ. ജീവനോടെ എല്ലാവരും. ആമേൻ. വിശ്വാസത്തിൻ നായകൻ ശക്തി പകരുന്നു, കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. ഭയപ്പെടണ്ട. വിശ്വാസത്തിൻ നായകൻ ശക്തി പകരുന്നു, കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. ഭയപ്പെടരുത്. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. Glory. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. ചേർന്ന്. പിമ്പേ പോയിടാ, എല്ലാവരും പാടിയേ. തൻ വചനങ്ങൾ പാലിക്കാം. തൻ പിമ്പേ പോയിടാ, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. യേശു മാത്രം. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു പരം. ധൈര്യത്തോടെ പാടാം. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. നമ്മുടെ യേശു. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു. കരങ്ങളുയർത്തി. തൻ പിമ്പേ പോയിടാം, ആമേൻ. തൻ വചനങ്ങൾ പാലിക്കാം. Glory. തൻ പിമ്പേ പോയിടാം, ആമേൻ. തൻ വചനങ്ങൾ പാലിക്കാം. Oh, glory. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ. വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ. വിശുദ്ധിയിൽ ജീവിക്കാം. തൻ പിമ്പേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. അവന്റെ വചനം. തൻ പിമ്പേ പോയിടാം, യേശുവിന്റെ പിന്നാലെ. തൻ വചനങ്ങൾ പാലിക്കാം. ദൈവവചനം. കർത്തൻ വരവിൻ കാലം വരെയും ആമേൻ. വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. വിശുദ്ധിയിൽ ജീവിക്കാം. വിശുദ്ധിയിൽ ജീവിക്കാം. വിശുദ്ധിയിൽ ജീവിക്കാം. എല്ലാവരും ചേർന്ന് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി അവന്റെ സന്നിധിയിലേക്ക്. വിടുവിക്കാൻ ശക്തനായ ദൈവം, നയിക്കുവാൻ യോഗ്യനായ ദൈവം ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക്, ഇതാ നമ്മുടെ സമിതിയില്, ഇതാ നമ്മുടെ അരികില് നമ്മെ അനുഗ്രഹിക്കുവാൻ അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. അവന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. അവന്റെ സാന്നിധ്യം നമ്മുടെ നിയോഗങ്ങളിൽ നിറയട്ടെ. ഓ, അവനെ വിളിക്കുക, അവനെ തൊടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ ആരാധന. സ്വന്തമായിട്ട് നമുക്കിരിക്കാം.